രാഷ്ട്രീയ കേരളം മൂന്നാം നാൾ വിധിയെഴുതും. പരസ്യപ്രചാരണത്തിന് നാളെ കലാശക്കൊട്ട്. അവസാന ലാപ്പിൽ കളം നിറഞ്ഞ് ദേശീയ നേതാക്കൾ. LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. 900 വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി കാഴ്ചപ്പാടില്ലാത്ത നേതാവെന്നും ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയെന്നും രാജീവ് ചന്ദ്രശേഖർ. തൃശൂരിൽ വോട്ടിന് കിറ്റ് നൽകിയതിൽ ഗോഡൌൺ ഉടമയ്ക്കും ഓർഡർ നൽകിയ വ്യക്തിക്കുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ കേസ്. സ്വീകരണ പര്യടനത്തിനിടെ ഐഷ പോറ്റിയെ അസഭ്യം വിളിച്ചെന്ന പരാതിയിൽ 2 CPM പ്രവർത്തകർക്കെതിരെയും കേസ്. കാസർകോട്ടെ LDF സ്ഥാനാർത്ഥിക്ക് എതിരായ മുനാഫിക് പരാമർശത്തിൽ ലീഗ് നേതാക്കൾക്കെതിരെ സമസ്തയിൽ കടുത്ത എതിർപ്പ്. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. തുരങ്കപാത പ്രധാനപ്പെട്ടതെന്നും സംസ്ഥാനത്തിന്റെ ജീവനാഡിയെന്നും കോടതിയുടെ നിരീക്ഷണം. നിർമ്മാണത്തിനുള്ള നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ചെന്നൈ ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കാമെന്ന് നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തോട് ഇറാന്റെ പ്രതികരണം. അമേരിക്കയ്ക്കുള്ള തിരിച്ചടി കനത്തതായിരിക്കുമെന്ന് ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ട്രംപ് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. ഹോർമൂസ് കടലിടുക്ക് വഴി 24 മണിക്കൂറിനിടെ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ. അബുദാബിയിലേക്ക് ഇറാന്റെ ശക്തമായ വ്യോമാക്രമണം പ്രതിരോധിച്ചുവെന്ന് UAE പ്രതിരോധ മന്ത്രാലയം. ലൈംഗികാതിക്രമ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ച ശേഷം രഞ്ജിത്തിന്റെ കസ്റ്റഡി വീണ്ടും ആവശ്യപ്പെടുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. അതിക്രമത്തെക്കുറിച്ച് സെറ്റിലുള്ളവർക്ക് അറിവുണ്ടായിരുന്നുവെന്നും കമ്മീഷണർ. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി രഞ്ജിത്ത്. ആരോഗ്യസ്ഥിതി പരിഗണിക്കണമെന്ന ആവശ്യം. IPL ഇന്ന് കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. സീസണിലെ 3ാമത്തെ പരാജയം ഏറ്റുവാങ്ങി ചെന്നൈ. റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ജയം 43 റൺസിന്. 3ാം മത്സരത്തിലും നിരാശപ്പെടുത്തി സഞ്ജു സാംസൺ.